ഹായ് ഫ്രണ്ട്സ്, അവധിക്കാലം ആഘോഷകാലം തിയേറ്ററുകളൊക്കെ സജീവമായ ആൾക്കാരെ കൊണ്ട് നിറയുകയാണ്. വിഷു ഈസ്റ്റർ റിലീസായി ഇന്നൊരു പുതിയ സിനിമ കൂടി വന്നിരിക്കുകയാണ്. സിദ്ധാർത്ഥ് ശിവ സംവിധാനം ചെയ്ത് നിവിൻ പോളി നായകനായ പുതിയ ചിത്രമാണ് സഖാവ്. പ്രശാന്ത് പിള്ള സംഗീതം കൈകാര്യം ചെയ്ത സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചത് ജോർജ് സി വില്യംസ് ആണ്. സഖാവ് കൃഷ്ണൻ, സഖാവ് കൃഷ്ണകുമാർ എന്നിങ്ങനെ രണ്ട് കഥാപാത്രങ്ങളെ നിവിൻ അവതരിപ്പിച്ചപ്പോൾ ശ്രീനിവാസൻ, അൽത്താഫ്, ഐശ്വര്യ രാജേഷ്, അപർണ ഗോപിനാഥ്, സന്തോഷ് കീഴാറ്റൂർ, അലിയാർ, മുസ്തഫ തുടങ്ങിയവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളായത്. SFK അനുഭാവിയായ സഖാവ് കൃഷ്ണകുമാർ എങ്ങനെയായാലും ഉയർച്ചയിലെത്തണമെന്ന് കരുതി രാഷ്ട്രീയം തൊഴിലായി സ്വീകരിച്ച ആളാണ്. രക്തം നൽകാനായി ഒരു ദിവസം ആശുപത്രിയിൽ പോകുന്നതും തുടർന്ന് അങ്ങോട്ട് നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ ചിത്രം പറയുന്നത്. പുതിയ കാലത്തെ രാഷ്ട്രീയ ചിന്തയൊക്കെ അത്യാവശ്യം പരിഹസിച്ച് തന്നെ ചിത്രം മുന്നോട്ട് പോകുന്നു. അധികാരവർഗത്തിനെതിരെ പോരാടിയ ഒരു യഥാർത്ഥ സഖാവിൻ്റെ കഥയാണ് പിന്നീട് ചിത്രം പറയുന്നത്. പീരുമേട്ടിലെ തൊഴിലാളികളുടെ സംഘടനാ രൂപീകരണവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയും സഖാവ് കൃഷ്ണൻ്റെ ജീവിതത്തിലൂടെ പറഞ്ഞു പോകുന്നു. രണ്ട് വേഷങ്ങളിൽ വ്യത്യസ്തമായ ഗെറ്റപ്പുകളിൽ നിവിൻ പോളി മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. ശബ്ദ ക്രമീകരണമൊക്കെ വളരെ ഗംഭീരമായി തന്നെ തോന്നി. അതേസമയം അവസാന സമയത്തെ പ്രകടനങ്ങളിൽ കഥാപാത്രത്തെ മറന്നുള്ള പ്രകടനം അല്പം കല്ലുകടിയാവുന്നുണ്ട്. പഴയ കാലത്തും പുതിയ കാലത്തും സഖാക്കളുടെ കൂടെ ചേർന്നവരെല്ലാം നല്ല പ്രകടനം തന്നെ കാഴ്ചവെച്ചു. പീരുമേട്ടിലെ കാഴ്ചയൊക്കെ ഗംഭീരമായി തന്നെ ക്യാമറയിൽ പകർത്തപ്പെട്ടിട്ടുണ്ട്. കമ്പനിക്കെതിരെയുള്ള സമരം, കൃഷ്ണന്റെ വിവാഹം എന്നിവയൊക്കെ വളരെ മികച്ച രീതിയിൽ തന്നെ ചിത്രീകരിക്കപ്പെട്ട സീനുകളാണ്. സിനിമയോട് ചേർന്ന് നിൽക്കുന്ന ഗാനങ്ങളും കാഴ്ചയ്ക്ക് ഇമ്പമേയുന്നുണ്ട്. പഴയ കാലം കാണിച്ചപ്പോൾ വന്ന പശ്ചാത്തല സംഗീതവും വളരെ മികച്ചു നിന്നു. സംഭാഷണങ്ങളിൽ കുറിക്കുകൊള്ളുന്ന വർത്തമാനങ്ങളും ആവേശം നിറയ്ക്കുന്നുണ്ട്. ചരിത്രത്തിലെ സംഭവമായി ബന്ധിപ്പിക്കുന്നില്ലെങ്കിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തൊഴിലാളികൾക്കിടയിൽ വളർന്നതും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ചെങ്കോടി വന്നതുമൊക്കെ നല്ല രീതിയിൽ തന്നെ സിനിമ പറയുന്നുണ്ട്. പുതിയ കാലം രാഷ്ട്രീയം തൊഴിലാക്കുന്ന കാലത്ത് സാമൂഹ്യ പ്രവർത്തനം കൊണ്ട് ജീവിതം സമരമാക്കിയവരെ സ്മരിക്കുകയാണ് ഈ ചിത്രം. ഒരു സഖാവിൻ്റെ ജീവിതം അവസാനിക്കാത്ത സമരമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഈ സിദ്ധാർത്ഥ് ശിവ ചിത്രം. രാഷ്ട്രീയപരമായി ഈ ചിത്രത്തെ കാണുകയാണെങ്കിൽ പൂർണ്ണമായി ഇടതുപക്ഷത്തിൻ്റെ കഥ പറയുമ്പോൾ അതിലെ തന്നെ രാഷ്ട്രീയ തൊഴിലാളികളെയും പറയുന്നുണ്ട്. എങ്കിലും നല്ലൊരു രാഷ്ട്രീയം പറഞ്ഞ സിനിമ തന്നെയാണ് ഈ ചിത്രം. സിനിമയുടെ ദൈർഘ്യ കൂടുതൽ ആസ്വാദനത്തെ കുറച്ചൊക്കെ ബാധിക്കുന്നുണ്ട്. കുടുംബസമേതം കാണാൻ പറ്റിയ ചിത്രം. നമുക്ക് മുന്നേ പടവെട്ടിയവരെ ഓർക്കുന്ന ചിത്രം. പേരിനെ അന്വർത്ഥമാക്കിയ ചിത്രം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിച്ച് ഇനി മുതൽ 10-ലാണ് മാർക്ക് നൽകുന്നത്. ഞാൻ അത്യാവശ്യം വാരിക്കോരി മാർക്ക് കൊടുക്കുന്ന എന്തൊരു പരാതിയും കൂടിയുണ്ട്. ഇനി മുതൽ കർക്കശമായി തന്നെ മാർക്ക് കൊടുക്കുന്നതായിരിക്കും. സിദ്ധാർത്ഥ് ശിവയുടെ നിവിൻ പോളി ഉഷാറാക്കിയ സഖാവിന് 10-ൽ 7.5 മാർക്ക്. കൂടുതൽ വീഡിയോസിനായി മൺസൂൺ മീഡിയയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും സന്തോഷകരമായ ഒരു ഈസ്റ്റർ ആശംസിക്കുന്നു. അടുത്ത സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.